പുലർച്ചെ 2 മണിക്ക് ഡൊണാൾഡ് ട്രംപിനെ കാണാനും സംസാരിക്കാനും കഴിയുമോ എന്ന ചോദ്യത്തിന് ട്രംപ് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയണ്ടേ? ഞാനെന്താ ജോ ബൈഡനാണോ 9 മണിക്ക് ശേഷമേ കാണാൻ കഴിയൂ എന്നൊക്കെ പറയാൻ? നിങ്ങൾക്ക് എപ്പോ വന്നാലും അമേരിക്കൻ പ്രസിഡന്റിനെ കാണാം എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇത് കൊള്ളാമല്ലോ. 2 മണിക്കൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രസ് മീറ്റ് നൽകുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ ആയിരിക്കണം. പ്രശ്നം അമേരിക്കയ്ക്കാണ്. അപ്പോൾ തീർച്ചയായും അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു പത്രസമ്മേളനം ആ സമയത്ത് നടത്തിയേ മതിയാവുകയുള്ളൂ. അതും പ്രധാനമായി അവർ നിർമ്മിച്ച ഈ ടാരിഫ് വാർ അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ടുണ്ട്. അത് ചൈന ശരിയായി തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുമപ്പുറം റഷ്യ അവരുടെ കരുനീക്കങ്ങൾ വളരെ വിജയകരമായി തന്നെ ചെയ്തു പോകുന്നുണ്ട്. ഇറാന്റെ ചർച്ചകൾ ലോകം വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഷാഡോ ഫ്ലീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, റഷ്യയ്ക്ക് ഒരുപാട് രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയുടെ അസംസ്കൃത എണ്ണ, ഗ്യാസ് ഇവയൊന്നും ഒരു കണ്ടെയ്നർ ഷിപ്പിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ സാധിക്കില്ല. കാരണം ആ ഷിപ്പും അതുമായി ബന്ധപ്പെട്ട കമ്പനി അത് റഷ്യയുടെ കമ്പനിയാണെങ്കിൽ അത് സാമ്പത്തിക ഉപരോധത്തിന് കീഴിൽ വരും. ഇനി റഷ്യയുടെ അസംസ്കൃത എണ്ണയാണ് അവർ കൊണ്ടുപോകുന്നത്, അതും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു എങ്കിലും അതിനും ഒരു സാമ്പത്തിക ഉപരോധമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്യുന്നതിന് റഷ്യ ചില ശ്രമങ്ങൾ എടുത്തു. ചില കപ്പലുകളെ, ഇങ്ങനെയുള്ള കണ്ടെയ്നർ ഷിപ്പുകൾ, ടാങ്കർ ഷിപ്പുകൾ ഇവയെല്ലാം വാടകയ്ക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള കപ്പലുകളെ തന്നെ മോഡിഫൈ ചെയ്യുന്നു. സാധാരണ എങ്ങനെയാണോ ഒരു കാർ, ബൈക്ക് ഇവയെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്പർ പ്ലേറ്റ് ഉള്ളത്, അതുപോലെ തന്നെ ഒരു കപ്പലിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ആ കപ്പലിന് മുൻപുള്ള ഫ്ലാഗ്. റഷ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം മാറ്റുന്നു. അങ്ങനെ മാറ്റിയതിനു ശേഷം ഈ ഒരു കപ്പലിന്റെ ഇൻഷുറൻസ് അത് മറ്റൊരു രാജ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എടുക്കുന്നു. ഇങ്ങനെ പൂർണ്ണമായും ഒരു വ്യാജ കപ്പൽ നിർമ്മിച്ച് ആ കപ്പലിൽ റഷ്യയുടെ ഓയിലോ ഗ്യാസോ കയറ്റി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഒരുപക്ഷെ ആരെങ്കിലും അതിനെ പിടിച്ചാൽ, ഉദാഹരണത്തിന് അമേരിക്കയുടെ നാവികസേന ആ കപ്പലിനെ പിടിച്ചാൽ, ഇത് ആരുടെ കപ്പലാണ്? റഷ്യയുടെ കപ്പൽ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കും കാണിക്കും. ഉടൻ തന്നെ അവർക്ക് ആ കപ്പലിനെ റിലീസ് ചെയ്തേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അമേരിക്കയ്ക്കും അത് ഏത് രാജ്യത്തിലെ കപ്പൽ എന്നാണോ പറയുന്നത് ആ രാജ്യത്തിനും ഇടയിൽ പ്രശ്നം വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ റഷ്യ മാറ്റി ചെയ്യുന്നു. ഈ കപ്പലുകളെ എല്ലാം ഷാഡോ ഫ്ലീറ്റ് എന്നാണ് പറയുന്നത്. ഈ ഷാഡോ ഫ്ലീറ്റ് വഴിയാണ് റഷ്യ അവർക്കാവശ്യമായ വ്യാപാരമെല്ലാം ചെയ്തു വരുന്നത്. ഈ ഷാഡോ ഫ്ലീറ്റ് നമ്മൾ അവസാനിപ്പിക്കണമെന്ന് ഉക്രൈൻ പലതവണ ചോദിച്ചാലും വളരെ കൃത്യതയും വ്യക്തവുമായി റഷ്യ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതാണ് ഷാഡോ ഫ്ലീറ്റ്, ഏതാണ് മറ്റു രാജ്യങ്ങളുടെ കപ്പൽ എന്ന് കണ്ടുപിടിക്കാൻ ഏറെ ദിവസമെടുക്കും. കൂടാതെ ഇത് കാരണം പണനഷ്ടവും സമയം നഷ്ടവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഷാഡോ ഫ്ലീറ്റിനെ കുറിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കാര്യമായി ശ്രദ്ധിക്കാറേയില്ല. റാൻഡമായി ഏതെങ്കിലും ഒരു കപ്പലിനെ പിടിച്ചെടുത്ത് അത് ഷാഡോ കപ്പലാണ് എന്നറിഞ്ഞാൽ മാത്രം ആ കപ്പലിനെ സീസ് ഫയർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യും. ഇപ്പോ പുതുതായി ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എസ്റ്റോണിയൻ സർക്കാരാണ്. അതും പ്രധാനമായി പറഞ്ഞത്, ഞങ്ങൾ റഷ്യയുടെ ഒരു ഷാഡോ ഫ്ലീറ്റ് കപ്പലിനെ പിടിച്ചെടുത്തു. ആ കപ്പലിന്റെ പേര് കിവാല എന്നാണ്. ഈ കിവാല എന്ന കപ്പൽ ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. പലതവണ ഞങ്ങൾ അതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ നൽകിയിട്ടുകൂടിയും ഈ കിവാല കപ്പൽ വന്നു. ഞങ്ങൾ അതിനെ പരിശോധിക്കുമ്പോൾ അത് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ആണ് എന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ കപ്പലിനെ ഒരിക്കലും റിലീസ് ചെയ്യില്ല എന്ന് എസ്റ്റോണിയ പ്രഖ്യാപിച്ചു. എസ്റ്റോണിയ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് 40-ലധികം വയലേഷൻസ് റഷ്യയുടെ ഈ ഷാഡോ ഫ്ലീറ്റ് ടാങ്കേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും അതിൽ ഒരു കപ്പലിനെ, കിവാല എന്ന കപ്പലിനെ പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഈ കപ്പലിനെ കുറിച്ചുള്ള അന്വേഷണം അവസാനിക്കുന്നതുവരെയും ഞങ്ങൾ ഈ ടാങ്കർ കപ്പലിനെ റിലീസ് ചെയ്യില്ല, അത് ഞങ്ങളുടെ രാജ്യത്ത് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഷാഡോ ഫ്ലീറ്റിനെ കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ ഒരു കാരണമായി കാണിച്ച് ഇപ്പോ ഉക്രൈനിലെ സെലൻസ്കി പറയാൻ തുടങ്ങിയത്, കണ്ടോ ഷാഡോ ഫ്ലീറ്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത അജണ്ട ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് സുമി പ്രദേശത്ത് റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത്. സുമി പ്രദേശത്ത് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം എന്നൊക്കെ പറയുമ്പോൾ അത് സീസ് ഫയർ വയലേഷൻ അല്ല എന്നൊക്കെ ഉക്രൈൻ പറയുന്നു. തീർച്ചയായും അല്ല. ജനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലത്ത്, അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിങ്ങളുടെ സൈനികരെ താമസിപ്പിച്ചു. അവിടെ ഒരു സൈനിക താവളം ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ കണ്ടെത്തി, അതിനെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് റഷ്യയും പറഞ്ഞു. ഇന്നീ സുമി റീജിയനിലുള്ള മേയറും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
സത്യം തന്നെയാണ്. അവിടെ ഒരു സൈനിക താവളം ഉണ്ടായിരുന്നു. സൈനികർക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. അത് റഷ്യ നശിപ്പിച്ചു. ഇത് കാരണം ഒരുപാട് മരണവും സംഭവിച്ചുവെന്ന് മേയർ അറിയാതെ പറഞ്ഞ ഒരു കാര്യം ഇപ്പോ ഒരു വലിയ സംസാര വിഷയമായി മാറിയിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് റഷ്യ ചെയ്തിരിക്കുന്ന ഈ ഒരു ആക്രമണം വളരെ യഥാർത്ഥമാണ്. സൈനികർക്കെതിരെയുള്ള ആക്രമണമാണ്. അവിടെയുള്ള പൊതുജനങ്ങൾക്കെതിരെയുള്ളതോ അല്ലെങ്കിൽ എനർജി സെക്ടേഴ്സിന് നേരെയുള്ള ആക്രമണമോ അല്ല എന്ന് റഷ്യയും സ്ഥിരീകരിച്ചു. അപ്പോ ഇവിടെ ഉക്രൈൻ വീണ്ടും ഇന്റർനാഷണൽ സൊസൈറ്റിക്ക് മുൻപിൽ തല കുനിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അടുത്ത് നിങ്ങൾ അറിയേണ്ട മറ്റൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കാം. പ്രോജക്ട് സെസ്ന UAV ബോംബറാണ്. ഈ പ്രോജക്ട് സെസ്ന എന്ന UAV ബോംബറിനെ ഇപ്പൊ ഉക്രൈൻ വലിയ രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിനെ കൂടുതലായി നിർമ്മിക്കുകയാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നു. സെസ്ന ഫ്ലൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വേൾഡ് വാറിൽ അറിഞ്ഞതാണ്. അതിനെ അടിസ്ഥാനമാക്കി ഒരു ബോംബർ UAV നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രോജക്ട് സെസ്ന. ഇതിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് ഉക്രൈൻ ആഗ്രഹിക്കുന്നതായും ഇതിന്റെ ഫണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വളരെ വിചിത്രമായ മറ്റൊരു വാർത്ത നമ്മൾ അറിയണം. മാർച്ച് മാസം, അതായത് കഴിഞ്ഞ മാസം അമേരിക്ക ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്ത് പറയാൻ ഒരല്പം ചിന്തിച്ചു. അത് മറ്റൊന്നുമല്ല, റഷ്യയുടെ ഒരു സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റിന്റെ പേര് കോസ്മോസ് 2583 ആണ്. ഈ കോസ്മോസ് 2583 ഇത്തരം ഒരു ഉപഗ്രഹത്തിൽ നിന്ന് ഏതോ ഒരു വസ്തു പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് വാർത്ത. പുറത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നും എന്തോ ഒന്ന് ലോഞ്ചായി. എന്നാൽ ഈ സാറ്റലൈറ്റ് ഏത് വസ്തുവാണ് ലോഞ്ച് ചെയ്തത്, അത് എവിടേക്ക് പോയി എന്നുള്ളത് ട്രേസ് ചെയ്യുകയാണ് അമേരിക്ക. പക്ഷേ ആ ട്രേസിംഗ് ഇപ്പോഴും കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള സാറ്റലൈറ്റിൽ നിന്നും ഒരു വസ്തു റഷ്യ റിലീസ് ചെയ്തു എന്നുള്ള വാർത്ത നിലവിൽ വളരെ സംസാര വിഷയമായി മാറിയിട്ടുണ്ട്. 2 ദിവസം മുൻപ് നാറ്റോ ചീഫ് ഒരു കാര്യം പറഞ്ഞിരുന്നു. റഷ്യ ബഹിരാകാശത്ത് ഒരു അണുവായുധം പൊട്ടിത്തെറിപ്പിക്കാൻ പോവുകയാണ്. ഇത് കാരണം അമേരിക്കയുടെ സാറ്റലൈറ്റ്സ് എല്ലാം ചാരമായി മാറും. ആ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ അന്ധമായി മാറുമെന്നൊക്കെ. അതിനും ഇപ്പോ ഈ ഞാൻ പറഞ്ഞ വാർത്തയ്ക്കും ഒരു ബന്ധമുള്ളതായി നിങ്ങൾക്ക് തന്നെ തോന്നും. അടുത്തു വന്നിരിക്കുന്ന വാർത്ത ചൈനയിലെ സൈനികരെ കുറിച്ചാണ്. ഏകദേശം 51 ചൈനീസ് സൈനികർ റഷ്യൻ സൈന്യവുമായി ചേർന്നു എന്നുള്ള വാർത്ത ഉക്രൈൻ പുറത്തുവിട്ടു. അതും മേഴ്സണറീസ് ആയിട്ടാണ് ഇവരെ ആഡ് ചെയ്തത്. ചൈനയുടെ ഗവൺമെന്റിനും ഇതിനും യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇങ്ങനൊരു വാർത്തയാണ് ഉക്രൈൻ പുറത്തുവിട്ടത്. സുമി സ്ട്രൈക്ക്, അതായത് സുമി റീജിയണിൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ച് റഷ്യ ആക്രമിച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങളിലെ നേതാക്കന്മാരും പറയുന്നത് റഷ്യ ചെയ്തത് തെറ്റാണ്, ഞങ്ങൾ ഇതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പല രാജ്യങ്ങളും ട്വിറ്ററിൽ വന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉക്രൈന് പിന്തുണ നൽകുന്നുണ്ട്. ഈ മെസ്സേജിനെല്ലാം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എന്ന രീതിയിലും സെലൻസ്കിയുടെ അക്കൗണ്ടിൽ നിന്നും ഒരുപാട് മെസ്സേജുകൾ പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഇതൊരു സ്പേമായി മാറിയിരിക്കുകയാണ്. സമാനമായൊരു കാര്യം മുൻപ് സംഭവിച്ചിരുന്നു. വൈറ്റ് ഹൌസിൽ വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിക്കുന്നു. അവിടെ വെച്ച് JD വാൻസിനും ഡൊണാൾഡ് ട്രംപിനും ഇടയിൽ ഈ സെലൻസ്കിക്കും ഇടയിൽ വലിയൊരു വാക്ക് തർക്കമുണ്ടാകുന്നു. സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഒന്നിനും ഭയപ്പെടണ്ട എന്നുള്ള രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നും ട്വിറ്ററിൽ പല രീതിയിലുള്ള മെസ്സേജുകൾ സെലൻസ്കിക്ക് വന്നിരുന്നു. അപ്പോഴും എല്ലാവർക്കും റിപ്ലൈ അയക്കണം എന്നുള്ള പേരിൽ ഒരുപാട് മെസ്സേജസും സ്പേം ചെയ്തിട്ടുണ്ടായിരുന്നു സെലൻസ്കിയുടെ അക്കൗണ്ടിൽ നിന്നും. അതുപോലെ ഒരു സ്പേം ഇപ്പോൾ സംഭവിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. അടുത്ത വാർത്ത ഈ ട്രംപിന്റെ ടാരിഫ് വർദ്ധിപ്പിക്കൽ പദ്ധതി. അമേരിക്ക ചൈനയെ കണ്ട് ഭയന്നുവെന്ന് ഇന്ന് റഷ്യൻ മാധ്യമങ്ങൾ തന്നെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അപമാനം ആവശ്യമാണോ ട്രംപിന്? ഈ ഒരു രീതിയിലും പല സ്ഥലങ്ങളിൽ നിന്ന് ട്രംപിന് അഭിപ്രായങ്ങളായും മുന്നറിയിപ്പുകളായും എതിർപ്പുകളായും മെസ്സേജസ് വരുന്നുണ്ട്. പറഞ്ഞു വന്നാൽ അമേരിക്കക്കാർക്കിടയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു ഇമേജ് ഇപ്പോ വളരെ താഴെത്തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഈ താരിഫ് പ്ലാൻ പൂർണ്ണമായും ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. വീണ്ടും ഈ സെമി കണ്ടക്ടേഴ്സ് അതുപോലെ ചില വസ്തുക്കൾക്കും അടുത്ത ഘട്ട താരിഫ് 1-2 മാസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് അറിയിക്കാനുള്ള സാധ്യതകളുണ്ടെന്നും പറയുന്നു. ഒരു താരിഫ് വാറിനെ പോലും നമ്മെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല. അടുത്തൊരു താരിഫ് വാർ വരുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. പക്ഷെ അത് വരും എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. 56% അമേരിക്കൻ ജനങ്ങൾ പറയുന്നത്
ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ശരിയായി കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തെ നോക്കിയാണ് പോകുന്നത് എന്നത് അമേരിക്കൻ ജനങ്ങൾ പോലും മനസ്സിലാക്കിയതുകൊണ്ടും ഡൊണാൾഡ് ട്രംപിനുണ്ടായ പല നെഗറ്റീവ് റിസൾട്ട് കാരണവുമാണ് താരിഫ് എക്സംഷൻ ഇപ്പോ ഡൊണാൾഡ് ട്രംപ് ഗവൺമെന്റ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് ഈ താരിഫ് എക്സംഷൻ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ ചൈന പറയുന്നത് അവരിൽ നിന്ന് മുഴുവൻ താരിഫും മാറ്റണം. ഏത് താരിഫും ചൈനയ്ക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് അമേരിക്ക സമ്മതിക്കുമോ? ഇത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇങ്ങനെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.